തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. 64-കാരനായ അശോകനാണ് മർദ്ദനമേറ്റത്. സബ് ഇൻസ്പെക്ടർ ജയൻ മർദ്ദിച്ചു എന്നാണ് പരാതി. വണ്ടി ലൈനിന്റെ അങ്ങ് അറ്റമാണ് കിടന്നത്. അപ്പോൾ ഇവിടെ ഏതോ പോലീസ് ഓഫീസർ എന്തോ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് മാറ്റടാ എന്നുള്ള വേറൊരു ഭാഷയും കൂടെ ഉപയോഗിച്ച്, ഇതിൽ പറയാൻ പറ്റില്ല, ഭാഷയും കൂടെ ഉപയോഗിച്ച് പോയിട്ട് ആ ഡ്രൈവർ കേട്ട് എന്നെ എന്തിനും അങ്ങനെ പള്ളു വിളിക്കണമെന്ന് പള്ളു വിളിച്ചാൽ നീ എന്തിനു ഇടാന്ന് കേട്ടുകൊണ്ട് ആദ്യം അടിച്ചത് കവാലത്തിലാണ്. എന്നെ എന്തിനും പിന്നെ അടിക്കണമെന്ന് കേട്ടപ്പോൾ അയാൾ ഒരൊറ്റ ചവിട്ടി ഇവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ഉടുപ്പോടെ വലിച്ച് പിടിച്ച്. അപ്പം ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ഉടുപ്പിലൊന്നും സാറ് പിടിക്കേണ്ട കാര്യം അത്, ഇത് അങ്ങനെ നിങ്ങൾക്ക് ആരാണ് ഈ അധികാരം തന്നതെന്ന് കേട്ട്, ഈ അടിക്കാൻ ചവിട്ടാനും അധികാരം തന്ന ആരെന്ന് കേട്ട് അയാൾ എന്നിട്ടും ചീറിക്കൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. എന്നിട്ട് അയാൾ അകത്ത് കയറിപ്പോയി. അതിനുശേഷം വന്ന് ഭയങ്കര അസഭ്യവാക്ക് തള്ളക്കാണ് വിളിക്കുന്നത്. കാര്യം ഇതിപ്പം പുള്ളി പുറത്തുമല്ലായിരുന്നു, ലൈനിൽ തന്നെ ആയിരുന്നു. ഒരു സീനിയർ സിറ്റിസൺ, 64 വയസ്സിന് മേലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ലൈനിൽ കിടന്ന സമയത്ത് ഏതോ VIP വരുന്നത് കൊണ്ടാണ് പുള്ളി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതിനു മുമ്പും ചില പോലീസുകാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ലൈനിൽ കിടക്കുന്നുണ്ട്. കാര്യം ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു വിലയെ കൊടുക്കുന്നുള്ളൂ. ഈ തൊഴിലാളികൾ റെയിൽവേക്ക് പ്രതിവർഷം 4012 അടച്ചാണ് വണ്ടി ഓടുന്നത്. ഇപ്പം വണ്ടികൾ ഇവിടെ ഇങ്ങനെ ഓട്ടിക്കകത്ത് കയറ്റിയത് SI പറഞ്ഞ് എടുത്ത് മാറ്റിടാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്ത് മാറ്റാൻ നമ്മുടെ സാറിൻ്റെ പാർക്കിംഗ് ഫീസെന്ന് പറഞ്ഞ് അടച്ച് പാർക്കിംഗ് പെർമിറ്റുള്ള വണ്ടിയാണ് എടുത്ത് മാറ്റിടാമെന്ന് പറഞ്ഞു. ഞാൻ പറയാം സാറ് എടുത്ത് മാറ്റിടാമെന്ന് പറഞ്ഞ് ഒരു തള്ളയ്ക്ക് വിളിച്ചല്ല. അപ്പോൾ ഞാൻ പറയാം സാറേ ഞാൻ വണ്ടി മാറ്റി തരാം, തള്ളയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ച എന്തിനാണെന്ന് പറഞ്ഞ് ഒരൊറ്റ ആടി വന്ന് വണ്ടിയുടെ ഒരു ചവിട്ട്. ഇത് കള്ളം പറയണതല്ല. 4:15 റെയിൽവേയുടെ CCTV ക്യാമറയിൽ, അവിടെ ക്യാമറയൊക്കെ 4:15 CCTV ക്യാമറ പരിശോധിച്ചാൽ അറിയാം. പിന്നെ കണ്ണാടിയൊക്കെ അടിച്ച അടിയിൽ കണ്ണാടിയൊക്കെ അത്രയും ഭയങ്കര വേദന. ഒരു തെറ്റും ചെയ്തിട്ടില്ല. സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB ആണ് ചേരുന്നത്. ജിബിൻ, വെരി ഗുഡ് മോർണിംഗ്. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മാനുഷികമായ ചില രീതികളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ്? അത് പരാതി നൽകിയിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിൽ നടപടി? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് സ്മിത. ഈ സംഭവം നടക്കുന്ന ഇന്ന് രാവിലെ 4:15 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ചാണ്. അവിടെ ഈ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സിക്കാർക്ക് പ്രത്യേക ഒരു സ്ഥലം അനുവദിച്ചിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്തതിന്. അവിടെയാണ് തങ്ങളുടെ വാഹനം നിർത്തിയിട്ടിരുന്നതെന്നാണ് ഓട്ടോ ടാക്സിക്കാർ പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു പോലീസിന്റെ മേലുദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നതോടെ വാഹനങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പോലീസ് GRP ആവശ്യപ്പെട്ടു. GRP എന്ന് പറയുന്നത് കേരള പോലീസിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സാണ്. ഇതിൽ SI വന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് ഈ ഇവർക്കായി അനുവദിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലത്താണ് വാഹനം ഇട്ടിരുന്നത്, അതുകൊണ്ട് മാറ്റാൻ പറ്റില്ലെന്ന് ഓട്ടോ റിക്ഷക്കാർ പറഞ്ഞു. തുടർന്നാണ് ഈ SI ജയൻ എന്ന് പറയുന്ന SI ചീത്ത വിളിച്ചുകൊണ്ട് തങ്ങളെ സമീപിച്ചതെന്നാണ് ഈ ഓട്ടോ ടാക്സിക്കാർ പറയുന്നത്. തുടർന്ന് ഈ ഓട്ടോ ഡ്രൈവറെ ചീത്ത വിളിക്കുന്നത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അകാരണമായി അദ്ദേഹത്തെ പെട്ടെന്ന് ഈ പോലീസ് മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ മർദ്ദനമേറ്റിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന 64 വയസ്സുകാരനും സമീപത്തുണ്ടായിരുന്ന മറ്റു ഓട്ടോ തൊഴിലാളികളും പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തൂക്കിയിട്ട് അദ്ദേഹത്തിന്റെ വയറ്റിലും ചവിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ മർദ്ദനമേറ്റിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിലവിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഓട്ടോ തൊഴിലാളികളും CITയും. ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അവിടെ ഓട്ടോ ടാക്സിക്കാർക്ക്, പ്രത്യേകിച്ച് പ്രീപെയ്ഡ് ടാക്സി എന്ന് പറയുന്നത്, അവിടെ പണം അടച്ച ശേഷമാണ് അവർ ഈ വാഹനം അവിടെ പാർക്ക് ചെയ്തത്. അപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സ്ഥലം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് മാത്രമാണ് തങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു മേലുദ്യോഗസ്ഥൻ വരുന്നത് കൊണ്ട് ഇവിടെ മുഴുവൻ ക്ലിയർ ചെയ്യണമെന്നാണ് ആ സമയത്ത് SI ആവശ്യപ്പെട്ടതെന്നാണ് ഈ ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. എന്തായിരുന്നാലും ഈ ഓട്ടോ ഡ്രൈവർക്ക് വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ണാടിയൊക്കെ പൊട്ടിയ ഒരു അവസ്ഥയിലാണ്. നിലവിൽ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ചികിത്സയിലാണ് അശോകൻ. 64 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് ഇങ്ങനെ അതിക്രൂരമായി തന്നെ മർദ്ദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇനി വകുപ്പും ന്യായമൊക്കെ പറഞ്ഞാലും ഈ പോലീസ് മുറ എന്നൊക്കെ പറയുന്നത് കാലഹരണപ്പെട്ട ഒരു പ്രയോഗമാണ്. അപ്പോൾ ഈ അവസരത്തിലൊക്കെ ഇങ്ങനെ മർദ്ദിച്ചത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാകണം. അതെ, നമ്മുടെ ഏറ്റവും പുതിയ കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും ആധുനികമായി മാനുഷികമായ ചിന്തയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരുപാട് രീതിയുണ്ട്. അത് ഫലപ്രദവുമാണ്. അപ്പോൾ അത് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് കൃത്യമായ പരിശോധന ഉണ്ടാവട്ടെ, നീതി നടപ്പാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.